നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. ഏഹ് പ്രമേഹത്തിന്റെ തുടക്കം അല്ലെങ്കിൽ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് പാൻക്രിയാസിന് ഒരു കേടുമില്ലാത്ത സമയത്ത് പ്രീ ഡയബറ്റിസ് എന്ന അവസ്ഥയിൽ ബ്ലഡിലെ ഗ്ലൂക്കോസിനനുസരിച്ച് പാൻക്രിയാസ് ഇൻസുലിൻ ബ്ലഡിലേക്ക് ചാടും. ഈ ഇൻസുലിൻ ചെറിയ രക്തക്കൊള്ളിലെത്തും. ഈ ചെറിയ രക്തക്കൊള്ളിൽ നിന്നും ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ അകത്തേക്ക് കടത്തിവിടലാണ് ഇൻസുലിന്റെ ജോലി. റൈറ്റ്. 75% ഗ്ലൂക്കോസും സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ മസിൽസ്, സ്കെൽറ്റൽ മസിൽസിന്റെ അകത്താണ്. ആ ഗ്ലൂക്കോസ് അതാത് മസിലിന്റെ അകത്ത് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കും. 20% ഗ്ലൂക്കോസ് ലിവറിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ആ 20% ഇപ്പൊ നടക്കുന്ന ആളുടെ കാലിലേക്ക് കൊടുക്കാനും, കൈകൊണ്ട് ജോലി ചെയ്യുന്ന ആളുടെ കൈയിലേക്ക് കൊടുക്കാനും, അതേപോലെ എവിടെയാണോ ഏത് മസിലിലാണോ കൂടുതൽ ഗ്ലൂക്കോസ് എനർജി ആവശ്യമുള്ളത് അതാത് മസിലിലെ ഗ്ലൂക്കോസ് ഉപയോഗിച്ച് പോകുന്നതനുസരിച്ച് ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറയുന്നതനുസരിച്ച് ലിവറിലെ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വന്നിട്ട് അതാത് മസിൽസിലേക്ക് കൊടുക്കും. സോ എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ മസിൽസിന്റെ അകത്തുള്ള ഗ്ലൂക്കോസ് എനർജി ആയി പോയാലേ ലിവറിലെ ഗ്ലൂക്കോസ് മസിൽസിലേക്ക് വരും. അതായത് 95% ഗ്ലൂക്കോസും എനർജി ഉപയോഗിക്കേണ്ടത് മസിൽസിന്റെ അകത്താണ്. ഈ മസിൽസിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വെറും 2% മാത്രം. 2% എന്ന് പറയുമ്പോൾ 100 ഗ്രാം മസിലിനകത്ത് 2 ഗ്രാം ഗ്ലൂക്കോസിന് ആകെ സ്റ്റോർ ചെയ്യാൻ പറ്റുക. ആ ഗ്ലൂക്കോസ് എനർജിയായി പോയാലല്ലേ ബ്ലഡിൽ നിന്നും കൂടുതൽ ഗ്ലൂക്കോസ് കയറി ചെല്ലാൻ പറ്റൂ, ഇൻസുലിന് പണിയെടുക്കാൻ പറ്റും. സോ അധ്വാനവും വ്യായാമം ഇല്ലാത്ത ഒരാൾക്ക് എന്ത് പറ്റുമെന്ന് ചിന്തിച്ചു നോക്ക്. അവരുടെ മസിൽസിലെ ഗ്ലൂക്കോസ് അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നു, ലിവറിലെ ഗ്ലൂക്കോസ് എടുക്കുന്നില്ല. ഇൻസുലിൻ ബ്ലഡിൽ ധാരാളം ഉണ്ട്, ചെറിയ രക്തക്കുള്ളിൽ ഗ്ലൂക്കോസ് ഉണ്ട്, ഇൻസുലിൻ ഉണ്ട്. പക്ഷെ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ മസിൽസിന്റെ അകത്തേക്കോ ലിവറിന്റെ അകത്തേക്കോ കടത്തിവിടാൻ പറ്റുന്നില്ല. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതിന്റെ പിന്നാലെ ഇൻസുലിൻ ബ്ലഡിൽ കെട്ടിക്കിടക്കുമ്പോൾ ഹൈപ്പർ ഇൻസുലിനീമിയ, ഇൻസുലിന്റെ അളവ് കൂടുന്നു. ഇനാക്റ്റീവ് ഇൻസുലിൻ, പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിന്റെ ചാട്ടം കുറയുന്നു, പ്രൊഡക്ഷൻ കുറയുന്നു. പതുക്കെ പതുക്കെ പാൻക്രിയാസ് ലേസി ആയിട്ട് പിന്നീട് അത് പ്രമേഹത്തിലേക്ക് പോകും. പക്ഷേ ഈ പ്രീ ഡയബറ്റിസ് വിലയിരുത്തുന്നത് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അളന്ന് നോക്കിക്കൊണ്ടും അത് ശരിക്കും എങ്ങനെ ചെയ്യുന്നത് പലർക്കും അറിയില്ല. പലരും അത് ചെയ്ത് നോക്കിയിട്ടും ഉണ്ടാവില്ല. എങ്ങനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വിലയിരുത്തുന്നത്? അതിൻ്റെ ഒരു ഹോമ IR ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു അളവ് പോലുണ്ട്. അത് ചെയ്യുന്നത് നമ്മൾ ആ വ്യക്തിയുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഏറ്റവും നല്ലത് തലേദിവസം നോർമൽ ഫുഡ് കഴിച്ച് 10 മണിക്കൂറാവുമ്പോഴുള്ള വെള്ളം പോലും കുടിക്കാതല്ല, രാവിലെയല്ല, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ആ ബ്ലഡ് ഷുഗർ എടുക്കുന്ന അതേ ബ്ലഡ് സാമ്പിൾ കൊണ്ട് തന്നെ ഇൻസുലിൻ അസേ ചെയ്യണം. എത്ര ഇൻസുലിൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ബ്ലഡിൽ. ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഇൻടു ഫാസ്റ്റിംഗ് ഇൻസുലിൻ അത് ഡിവൈഡഡ് ബൈ 405, അതൊരു കാൽക്കുലേഷൻ ആണ്. റൈറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ഈ വാല്യൂ ആണ് ഹോമ IR ഇൻഡെക്സ്. റൈറ്റ്. ഇത് 1.5ന്റെ താഴെയാണെങ്കിൽ, ഞാൻ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം, 1.5ന്റെ താഴെയാണെങ്കിൽ ദർ ഇസ് നോ ഇൻസുലിൻ റെസിസ്റ്റൻസ്. പ്രമേഹം ഇല്ലാത്ത ഒരാളുടെ ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ ലെസ് ദാൻ 1.5 ആയിരിക്കും. മൈൽഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോഴേക്കും 1.5 to 3യിലേക്ക് കയറുന്നത് ഈ ഹോമ IR ഇൻഡെക്സ്. റൈറ്റ്. 3 to 5 അതപ്പോഴേക്കും മോഡറേറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ചുകൂടെ കൂടി, അപ്പോഴേക്കും ഷുഗർ കൂട്ടി തുടങ്ങും, ബ്ലഡ് ഷുഗർ കൂട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് എബോവ് 5 എന്ന് പറയുന്നത് സിവിയർ ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ബ്ലഡിൽ ഇൻസുലിൻ ഉണ്ടെങ്കിലും ആ ഇൻസുലിന് ആക്ഷൻ കിട്ടുന്നില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ ഇൻസുലിന് ആക്ഷൻ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഇൻസുലിൻ കുത്തിവെക്കുകയാണോ ചെയ്യേണ്ടത്? ഗുളികകൾ കഴിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എല്ലാ മസിൽസിന്റെ അകത്ത് സ്ഥലം ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്ലാൻഡ് വ്യായാമങ്ങൾ എല്ലാ മസിലുകൾ കൊണ്ട് ചെയ്യണം? ഇവിടെ ഒരു വലിയ സയൻസ് കിടക്കുന്നത് മസിൽസിന്റെ അകത്ത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇല്ലാത്തത് കാരണം ഒരു മസിലിന്റെ അകത്ത് കയറി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസ് ആ മസിൽ കൊണ്ട് വ്യായാമം ചെയ്താൽ മാത്രമേ എനർജി ആകൂ. ഒരിക്കലും ഈ മസിലിലുള്ള ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് ചാടി ഒഴുകിപ്പോയിട്ട് നടക്കുന്ന ആളുടെ കാലിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ലിവറിലെ ഗ്ലൂക്കോസ് എങ്ങനെ കൊടുക്കാൻ പറ്റും? സോ ഇവിടെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതായാൽ തന്നെ പ്രമേഹത്തിന്റെ ഒരു 90% രക്ഷപ്പെട്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിനെന്താണ് വേണ്ടത്? നടക്കാൻ പോണോ, അല്ലെങ്കിൽ എല്ലാ മസിൽസും ഉൾക്കൊള്ളിച്ചുള്ള വ്യായാമങ്ങൾ പ്ലാൻ ചെയ്യണോ?
ഞാൻ ഒരു 10 വ്യായാമങ്ങൾ എന്റെ പേഷ്യൻസിനെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. ഫ്രണ്ട് ഫോറാമിന് വേറെ, ബാക്ക് ഫോറാമിന് വേറെ, ബൈസെപ്സിന് വേറെ, ട്രൈസെപ്സിന്, ഡെൽറ്റ, എല്ലാ മസിൽസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഞാനൊരു പ്രത്യേക താളത്തിൽ എന്റെ പേഷ്യൻസിനെ കൊണ്ട് ഞാൻ വ്യായാമം ചെയ്യിക്കും. ഓട്ടോമാറ്റിക്കലി ഗ്ലൂക്കോസ് മസിലിൽ കത്തി കത്തി പോകുന്നതനുസരിച്ച് ബ്ലഡിലെ ഗ്ലൂക്കോസ് കയറി കയറി പോകുന്നു. ഇൻസുലിൻ വിൽ ബി യൂസ്ഡ് അപ്പ്. ഇൻസുലിൻ ഉപയോഗിച്ച് പോകുന്നതോറും ഇൻസുലിൻ ചാടാൻ തുടങ്ങുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു, പാൻക്രിയാസ് ആ ലേസിനെസ് മാറാൻ തുടങ്ങുന്നു. പ്ലസ് മസിലിലെ ഗ്ലൂക്കോസ് എനർജിയായി പോകുന്നതോറും ബ്ലഡിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഗ്ലൂക്കോസ് കയറി പോകുന്നതോടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാൻ തുടങ്ങുന്നു. ഞാനൊരു 500 പേഷ്യൻസ് ഞാൻ പണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇൻറ്റു ഫാസ്റ്റിംഗ് ഇൻസുലിൻ ബൈ 1/4 ഈ ഹോമ ഐറൺ ടെക്സ്റ്റ് വരുമ്പോൾ മിക്കവാറും പേഷ്യൻസിന് 4ഉം 5ഉം 6ഉം ഒക്കെ ആയിരിക്കും. 2 മാസം കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാവരുടെയും തന്നെ എന്ന് പറയാം ഭൂരിഭാഗം പേരുടെയും 2ന്റെയോ 1.5ന്റെയോ താഴേക്ക് എത്തുന്നുണ്ട്. നോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓർ മൈൽഡ് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക്. നിങ്ങൾക്ക് ചിന്തിച്ചൂടെ, അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാനുള്ള വ്യായാമം എല്ലാ മസിലും കൊണ്ട് ചെയ്ത് ആ ഗ്ലൂക്കോസും കൊഴുപ്പും എല്ലാ മസിലിലും കത്തിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിൽ ഇൻസുലിന് ഈ ഗ്ലൂക്കോസിന് മസിൽസിലേക്ക് കടത്തിവിട്ടല്ലേ പറ്റും. റൈറ്റ്? സോ ഇറ്റ്സ് വെരി സിമ്പിൾ. പ്രമേയത്തിന്റെ അടിത്തറ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ വല്ലാതെ പ്രമേയത്തെ പേടിക്കുന്നത്. നിങ്ങൾ ഇൻസുലിൻ കുത്തിവെക്കുന്ന രോഗിയാണെങ്കിലും ഗ്ലൂക്കോസ് ഗുളിക കഴിക്കുമ്പോൾ ഇൻസുലിൻ ചാടുന്നു, അങ്ങനെയല്ല ഗുളികകൾ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന രോഗിയാണെങ്കിലും ഇൻസുലിൻ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന രോഗിയാണെങ്കിലും നിങ്ങളുടെ മസിൽസിനകത്ത് സ്ഥലം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ആ മരുന്നുകൾക്ക് ശരിക്കും ആക്ഷൻ കിട്ടില്ല എന്ന് മാത്രമല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കുത്തിവെക്കുന്ന ഇൻസുലിന്റെ 10, 15 ആകും, 20 ആകും, 30 ആകും, 40 ആകും, 50 ആകും. അതേപോലെ ഗുളികകൾ ആക്ഷൻ കുറഞ്ഞു വന്നിട്ടേയിരിക്കുന്നവർക്കണം. സോ ചിന്തിക്കുക, വ്യായാമമില്ലാത്തൊരു ജീവിതം പ്രമേയ രോഗിക്ക് സാധ്യമല്ല.